Hello friends, welcome back to Arraysworld. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു സൺറൈസ് പുഡിംഗ് ആണ്. ഇതിനെ ട്രിഫിൾ പുഡിംഗ് എന്നൊക്കെ പറയും. അതുപോലെയാണ് നമ്മൾ ഇവിടെ ചെയ്തെടുക്കുന്നത്. ഹൈദരാബാദിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണിത്. അവരുടെ വിവാഹ ചടങ്ങുകളിലും അതുപോലെ ഫംഗ്ഷൻസുകളിലെല്ലാം അവർ കൂടുതൽ ഈ പുഡിംഗ് ആണ് തയ്യാറാക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ ഫയർലെസ് കുക്കിങ്ങിൻ്റെ ഫൈനൽ ഡേ ആണ് ഇന്ന്. അപ്പോൾ ഈ ജേണിയിൽ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും വളരെയധികം നന്ദി ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. ഇനി ഇതുപോലെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കൂടുതൽ വീഡിയോസ് ഹാപ്പി ആയിട്ട് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിനി ഈ ട്രഫിൾ പുഡിംഗ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു മുന്നേ പുതിയതായിട്ട് ആരെങ്കിലും ഈ അറേസ്വേൾഡ് ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയതായിട്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഫ്രൂട്ട്സ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് പൊമഗ്രാനേറ്റ്, ആപ്പിൾ, ഓറഞ്ച്, ഗ്രേപ്സ്, പിന്നെ ബനാനയാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും നമുക്ക് എടുക്കാം. അപ്പോൾ ഞാനിവിടെ കാഷ്യൂ, പിസ്ത, ബദാം എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ വാൾനട്ടോ ഡേറ്റ്സോ ഒക്കെ എടുക്കാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ആദ്യം നമുക്ക് ഈ പുഡിംഗ് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്കാണ് എടുക്കുന്നത്. അപ്പോൾ അതൊരു 1/4 കപ്പ് ഞാൻ ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് അമുൽ ഫ്രഷ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതിവിടെ നല്ലപോലെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഈ ഫ്രൂട്ട്സ് എല്ലാം ഇവിടെ നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനു വേണ്ടി ഞാനൊരു സെർവിങ് ബോളിൽ 2 പീസ് പ്ലെയിൻ കേക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഹണി ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് 1 പീസ് വാനില ഐസ്ക്രീമാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം കുറച്ച് ഡെക്കറേഷന് വേണ്ടി ഞാൻ ഇതിലേക്ക് മുന്തിരി, പൊമഗ്രാനേറ്റ് ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അവസാനമായിട്ട് ഇതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഹണി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സൺറൈസ് പുഡിംഗ് ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് കാണാൻ നല്ല അട്രാക്റ്റീവ് ആണ്. അതുപോലെ തന്നെ കഴിക്കാനും വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് കൂടിയാണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു പുഡിംഗ് റെസിപ്പി കൂടിയാണിത്. സോ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നോട് കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യണം. നമ്മുടെ ഈ അറേസ്വേൾഡ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. ഇനിയും ഇതുപോലുള്ള നല്ല കുറേ വീഡിയോസുകളായിട്ട് കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ. അപ്പോൾ ഒന്നുകൂടെ എല്ലാവരോടും താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. ബൈ.